ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ മുഴുവൻ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീലപ്പെട്ടി വിവാദത്തിൽ CPIM വാദം പൊളിയുന്നു. ആരോപണത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് 24-നോട് പറഞ്ഞു. മന്ത്രി MP രാജേഷും CPIM-ഉം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പാതിരാ നാടകം 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. 1 കത്ത് നാടകം, 1 പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയനും. മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹവും CPM-ഉം മാപ്പ് പറയണം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലയളവിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് അതിപ്പോൾ തെളിവില്ലാതെയായി മാറിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? ഇതിലിപ്പോൾ CPIM നേതൃത്വം മറുപടി പറയേണ്ടുന്നൊരു അവസ്ഥയിലല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അനുജ, കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ ടൂളായി CPIM ഉപയോഗിച്ചിരുന്നതാണ് ഈ ട്രോളി ബാഗ് വിവാദം. കള്ളപ്പണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ വേണ്ടി കോൺഗ്രസ് എത്തിച്ചു എന്നുള്ള വലിയ ആരോപണം, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ആരോപണമായി ഉന്നയിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു അത് അന്ന് തന്നെ വലിയ രീതിയിൽ CPIM-ന് ബൂമറാങ്ങായി തിരിച്ചടി നൽകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം NN കൃഷ്ണദാസ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞത് പാലക്കാട് ചർച്ചയാകേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങളല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയ തിരഞ്ഞെടുപ്പ് പരാജയവും ഉണ്ടായി. ഇതിനൊക്കെ ശേഷം ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴാണ് CPIM കൂടുതൽ പ്രതിരോധത്തിലാവുന്നത്. കാരണം ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാക്കുന്നത് ഈ നീല ട്രോളി ബാഗിൽ കള്ളപ്പണം പാലക്കാട്ടേക്ക് എത്തിച്ചു, KPM ഹോട്ടലിലേക്ക് എത്തിച്ചു, സ്ഥാനാർത്ഥി തന്നെ സ്വന്തം വാഹനത്തിൽ അത് കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ കേസിൽ ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് ആ കേസിന്റെ അന്വേഷണം നടത്തിയത്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ പറയുന്നു, ഈ കള്ളപ്പണം എന്ന് വ്യക്തമാക്കാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവും ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ അന്വേഷണം തെളിവുകളുടെ അപര്യാപ്തതയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് അല്പസമയം മുൻപ് നമ്മളോട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നത് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ആരോപണം ശരിവെക്കുന്നു. UDF-ന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിച്ചു തന്നെ എന്ന് രാഹുലിന്റെ വാദത്തെ കൂടുതൽ ശരിവെക്കുന്നു ഈ കാര്യങ്ങൾ. രാഹുൽ അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തന്നെ ഒരു കള്ളപ്പണക്കാരനാക്കാൻ, രാഷ്ട്രീയപരമായി നേരിടുന്നതിന് പകരം കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. CPM BJP-യും ചേർന്നൊരുക്കിയ ഒരു അജണ്ടയായിരുന്നു ഈ വിവാദം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു രാത്രി എന്തൊക്കെ നാടകങ്ങളാണ് KPM ഹോട്ടലിൽ നടന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഷാനിമോൾ ഉസ്മാന്റെ അവരുടെയൊക്കെ മുറികളിലേക്ക് കയറി ചെല്ലുന്നു, ബിന്ദു കൃഷ്ണയുടെ ഒക്കെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. 12 മണിക്ക് ശേഷം വനിതാ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാതെ ആ വാതിലിന് പുറത്ത് തട്ടുന്നു, ആ റൂമുകളിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ പരിശോധനകൾ നടത്തുന്നു. അങ്ങനെ വലിയൊരു നാടകം, ഒരു റെയ്ഡ് നാടകം തന്നെ ആ ദിവസം നടക്കുന്നു. നമ്മൾ കണ്ടു. തൊട്ടടുത്ത ദിവസങ്ങളിലും പരിശോധനകൾ നടന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് രാഹുലിന്റെ വാഹനത്തിലേക്ക് ഈ നീല ട്രോളി ബാഗ് കയറ്റുന്നതായും കണ്ടു. ഇതിന് പിന്നാലെയാണ് വിവാദം വീണ്ടും കൊഴുത്തത്. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോഴാകട്ടെ ആ പെട്ടി ശൂന്യമായിരുന്നു. ആ പെട്ടിയിൽ ഈ പറഞ്ഞതുപോലെ വിവാദത്തിന് ആധാരമായ ഒന്നുമില്ല എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDF-ന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അനുജ, അതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് സ്പെഷ്യൽ DYSP നൽകിയ റിപ്പോർട്ട്. അതിൽ ഇപ്പോൾ തെളിവില്ല എന്ന് പറയുന്നു. അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവി 24-നോട് പറഞ്ഞത്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. CPIM നേതാവും ചെങ്ങന്നൂർ മുൻ MLA-യുമായിരുന്ന KK രാമചന്ദ്രൻ നായരുടെ മകന് ആശ്രിത നിയമനം നൽകിയ കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. R. പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ശമ്പളവും ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുതെന്ന R. പ്രശാന്തിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു. R. പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമനത്തിനായി പ്രത്യേക തസ്തിക രൂപീകരിക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടായിരുന്നെന്നാണ് സർക്കാർ വാദം. എന്നാൽ R. പ്രശാന്തിന്റെ ആശ്രിത നിയമനത്തിനെതിരെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാരിന്റെ വാദങ്ങൾ സുപ്രീം കോടതി മുഖവിലക്കെടുത്തില്ല.
ഭരണഘടനയുടെ 14, 16 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളൂവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. നിയമിതനായ ശേഷം കൈപ്പറ്റിയ ശമ്പളവും ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കരുതെന്ന പ്രശാന്തിന്റെ അപേക്ഷ സുപ്രീംകോടതി അംഗീകരിച്ചു. 2018 ജനുവരിയിലാണ് അന്തരിച്ച മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകിയത്. 24 ഡൽഹി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയും ഇന്ന് പകലും പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായത്. കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും ഉച്ചവരെ ശക്തമായ മഴ പെയ്തു. മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. നീലഗിരിയിൽ മഴ തുടരുന്നതിനാൽ മലപ്പുറം വഴിക്കടവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഏറെ നേരം ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മാളയിൽ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള വശത്തേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ കോട്ടയം ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പുതുപ്പള്ളി, കൈതപ്പാലം ഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി 2 ക്യാമ്പുകൾ തുറന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ മേഖലകളിലും രാവിലെ ശക്തമായ മഴ തുടർന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രിമാരായ കെ രാജനും MB രാജേഷും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഫിൻജാൻ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 13 മരണം. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായെന്ന് സംശയിക്കുന്നവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇപ്പോൾ 2 മൃതദേഹം ലഭിച്ചു എന്ന ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിൽ 5ഉം ചെന്നൈയിൽ 4 മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവണ്ണാമലയിൽ 3 പേർ മരിച്ചത്. വേലൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മണ്ണിലടിയിലായെന്ന് സംശയമുണ്ട്. അണ്ണാമലയാർ സ്വദേശിയായ രാജ്കുമാറിനും കുടുംബത്തിനുമായി ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടത്തുകയാണ്. പ്രദേശത്താകെ ചെളി നിറഞ്ഞതിനാൽ മണ്ണുമാന്തി യന്ത്രം ഉച്ചയോടെയാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കൃഷ്ണഗിരിയിലും കനത്ത മഴയാണ് പെയ്തത്. സേലം തിരുപ്പത്തൂർ ഹൈവേയിലെ ഉത്തൻകരൈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും മുങ്ങി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലും വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി. വിഴുപ്പുറത്തും കടലൂരിലുമായി 4000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. തിരുവണ്ണാമലയിൽ 147 ക്യാമ്പുകളിലായി 7776 പേർ കഴിയുന്നുണ്ട്. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും 5000 രൂപ വീതം പുതുച്ചേരി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വീട് നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും പ്രത്യേകം നഷ്ടപരിഹാരം നൽകും. വിഴുപ്പുറത്ത് ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന വാർത്ത തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നതാണ്. മണ്ണിനടിയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. മുഹമ്മദ് റഹീസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. റഹീസ്, ഒരു കുടുംബത്തിലെ 7 പേരെ കാണാതായി എന്നതായിരുന്നു. അതിൽ 2 പേരുടെ മൃതദേഹം ലഭിച്ചു എന്നാണോ? ഇപ്പോൾ മരണം 13 എന്നത് 15 മാറ്റാൻ കഴിയുമോ? മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ? ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
അനുജ, അല്പസമയം മുൻപാണ് രണ്ടുപേരുടെ മൃതദേഹം ഈ സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നത്. ഈ തിരുവണ്ണാമലയിൽ മണ്ണിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടൽ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി. ഈ ഒരു വീട്ടിലേക്ക് വീഴുകയായിരുന്നു. രാജ്കുമാറിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഭാര്യയും ഒപ്പം തന്നെ ജ്യേഷ്ഠൻ്റെ 3 മക്കളും അടങ്ങുന്ന 7 പേരെയാണ് കാണാതായത്. അതിൽ 2 പേരെ ഇപ്പോൾ എന്തായാലും അവരുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. നേരത്തെ ഇവർ ഈ പ്രദേശത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചില അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലാരും കണ്ടിരുന്നില്ല. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഏകദേശം മണ്ണിടിച്ചിലുണ്ടായി 24 മണിക്കൂർ കഴിയുകയാണ്. ആ മണ്ണിടിഞ്ഞ് ഇവരുടെ വീടിന് മുകളിലേക്ക് പൂർണ്ണമായും വീഴുകയായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന് പെൺകുട്ടിയുടേതാണെന്ന് പറയുന്നു. സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ വീട്ടിൽ 5 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും എന്നുള്ളൊരു വിവരമാണ് നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 24 മണിക്കൂറായി നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ്. രാത്രിക്ക് ശേഷം SDRFിൻ്റെയും NDRFിൻ്റെയും സംഘമൊക്കെ ഇന്നലെ രാത്രിക്ക് ശേഷം ഇവിടെ എത്തി നടത്തുന്ന ഒരു പരിശോധനയാണ്. ഏറെ വെല്ലുവിളികൾ നേരിട്ട ഒരു പരിശോധന. തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് 2 കുട്ടികളുടേതാണ് എന്ന വിവരം അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടും. ഈ ആഴ്ച തന്നെ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിക്കും. യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ ഉയർത്തിയേക്കും. നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജനാഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത്. യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ ഉയർത്താനാണ് ധാരണ. വേനൽക്കാലത്ത് അധിക താരിഫ് ഈടാക്കണമെന്ന പുതിയ നിർദ്ദേശവും KSEB മുന്നോട്ട് വച്ചിട്ടുണ്ട്. വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെ നിലവിൽ അംഗീകരിക്കുന്ന താരിഫിനു പുറമെ 10 പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണമെന്നാണ് KSEBയുടെ ആവശ്യം. ഇതിലും തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷമാകും പ്രഖ്യാപനം. നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നമ്മൾ ഡിമാൻഡ് കൂടുകയും നമുക്ക് പർച്ചേസിൻ്റെ വില കൂടുതലും വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ടല്ലേ ചിലവ് വരുള്ളൂ. വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകണ്ടേ. ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ഗവൺമെൻറ് അത് ഇടപെട്ട ശേഷം ഉപഭോക്താക്കൾക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ 1 മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കും. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുമെന്നാണ് KSEBയുടെ വാദം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത മഴയും കാറ്റും തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ തൃശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. റവന്യൂ ജില്ലാ കലോത്സവത്തിന് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല. അതാണ് നാളെ തൃശൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയിൽ തൊണ്ടിമുതലുമായി അയൽവാസി പിടിയിൽ. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ 20 അംഗ പോലീസ് സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതി ലിജീഷിനെ പിടികൂടിയത്. കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച ലോക്കറിൽ നിന്ന് 1,21 ലക്ഷം രൂപയും 267 പവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. കേസന്വേഷണം തുടങ്ങി 8ാം നാൾ പ്രതി പോലീസിന്റെ വലയിൽ. വളപട്ടണം മന്നയിലെ അരിവ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്ന മുഴുവൻ മോഷണ മുതലുകളുമായി പ്രതി ലിജീഷ് അറസ്റ്റിലായി. മോഷണം നടന്ന വീടും പ്രതിയുടെ വീടും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രം. CCTV ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യവും ധരിച്ചിരുന്ന ടീഷർട്ടും നിർണായക സൂചനയായി. മോഷണം നടത്തി പിറ്റേന്നും പ്രതി എത്തിയതും വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാവിവരങ്ങൾ മനസ്സിലാക്കിയെന്ന വിലയിരുത്തലും സമീപവാസികളെയും സംശയിക്കാൻ കാരണമായി. പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ 1 വർഷം മുൻപ് നടന്ന മോഷണക്കേസിലെ വിരലടയാളവുമായി പ്രതിയുടെ വിരലടയാളം യോജിച്ചതും വഴിത്തിരിവായി. മോഷ്ടിച്ച 1,21 ലക്ഷം രൂപയും 267 പവൻ സ്വർണവുമായി പ്രതി നേരെ പോയത്
സമീപത്തെ സ്വന്തം വീട്ടിലേക്ക്. വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി കിടപ്പുമുറിയിലെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച രഹസ്യറയിൽ മോഷണം മുതൽ ഒളിപ്പിച്ചു. പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതി വലയിൽ. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസന്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന മോഷണം കുടുംബാംഗങ്ങൾ അറിയുന്നത് യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയ 24-ന്. അന്വേഷണത്തിലെ സുവർണ മണിക്കൂറുകൾ നഷ്ടമായിട്ടും റെക്കോർഡ് വേഗത്തിൽ പോലീസ് പ്രതിയിലേക്ക്. തെളിവുകളോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. തെളിയാതെ കിടന്ന കീച്ചേരിയിലെ മോഷണക്കേസിലും ദുരൂഹത മറന്നേക്കി. 24 കണ്ണൂർ. തിരുവനന്തപുരം മംഗലപുരത്ത് CPIM ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPIM പുറത്താക്കും. മധു മുല്ലശ്ശേരിയെ പൂർണ്ണമായി CPIM നേതാക്കൾ തള്ളി. CPIM ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ ഇന്നും കടുത്ത വിമർശനമാണ് മധു മുല്ലശ്ശേരി നടത്തിയത്. ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ ധാരണയിലെത്തിയത്. ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങളെ ആകെ വിവാദത്തിലാക്കിയ മധുവിനെതിരെ നടപടി വേണമെന്നതിൽ ജില്ലാ നേതൃത്വം ഒറ്റക്കെട്ടായിരുന്നു. ഉചിതമായ നടപടി ആലോചിച്ചറിയിച്ചാൽ മതിയെന്ന സംസ്ഥാന നേതൃത്വ നിർദ്ദേശവും നടപടി നീക്കത്തിന് ശക്തി പകർന്നു. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും. ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ മധു മുല്ലശ്ശേരി ഉന്നയിച്ച ആക്ഷേപങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് തള്ളിക്കളഞ്ഞു. ഒരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല, അതിനൊന്നും മറുപടിയില്ല. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതൻ്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രം. പുറത്താക്കുന്നതിന് പിന്നാലെ മധു മുല്ലശ്ശേരി പാർട്ടി വിടുമെന്ന് ഉറപ്പായി. ഇനി CPIM-നൊപ്പമില്ലെന്ന് മധു വ്യക്തമാക്കി. ഒരു പാർട്ടിക്ക് എതിരെ ഒരു ഐക്യം രൂപീകരിക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു അവഗണന അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തുറന്നു പോകാനുള്ള ഒരു സാഹചര്യം ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല. CPIM-നോട് കലഹിച്ച് പുറത്തു പോകുന്ന മധു മുല്ലശ്ശേരി BJP-ക്കൊപ്പം പോകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തിയിട്ടും പത്തനംതിട്ട CPIM-നുള്ളിലെ കലഹം അവസാനിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉൾപ്പെടുന്ന കൊടുമൺ ഏരിയ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിക്കെതിരെയാണ് കടുത്ത വിമർശനം. സമൂഹമാധ്യമങ്ങളിൽ പരസ്പരം പോരടിക്കുകയാണ് CPIM പ്രവർത്തകരും അനുഭാവികളും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി തിരുവല്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചു മടങ്ങിയതിന് പിന്നാലെയാണ് വീണ്ടും പാർട്ടിക്കുള്ളിലെ കലാപം. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലെ തമ്മിലടിയാണ് പുതിയ പ്രതിസന്ധി. ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനായ RB രാജീവ് കുമാറിനെ ഏരിയ സെക്രട്ടറിയാക്കിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രവർത്തകരും അനുഭാവികളും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. RB രാജീവ് കുമാർ കോൺഗ്രസിൽ നിന്ന് CPIM-ലെത്തിയ ആളാണ്. പെട്ടിതാങ്ങികൾക്ക് സ്ഥാനമാനം എന്നതുൾപ്പെടെ കടുത്ത വിമർശനമാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത്. കടുത്ത വിഭാഗീയതയെ തുടർന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവച്ചിരുന്നു. 24 പത്തനംതിട്ട. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. കണ്ണൂർ കല്ലേരിമലയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്കേറ്റു. ഇടുക്കി കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞുകയറി. യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. കൊല്ലം കടക്കലിൽ തടി കയറ്റിയ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി. തടി കയറ്റിക്കൊണ്ടു നിന്നപ്പോൾ വാഹനം തനിയെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. കൊല്ലം പള്ളിമുക്കിൽ റോഡരികിൽ നിന്ന യുവാവിനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. പള്ളിമുക്ക് സ്വദേശി സിറാജിന് ഗുരുതരമായി പരുക്കേറ്റു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. കോട്ടയം മണിമലയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് ഗുരുതര പരുക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാർ പിന്നിലേക്ക് നീങ്ങി ഗുഡ്സ് ഓട്ടോയിലും ഇടിച്ചു. മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ സ്വകാര്യ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് നിസ്സാര പരുക്കേറ്റു. പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഗോകുലം കേരളയ്ക്ക് ആദ്യ ഹോം മാച്ച്. ഐ ലീഗിൽ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിന് ഗോകുലം കേരള FC നാളെ ഇറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഐസ്വാൾ FC ആണ് എതിരാളികൾ. സീസണിലെ ആദ്യ ഹോം മാച്ച് ആവേശമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ. ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.